സിംഹരാജാവിനൊരു സംശയം, തൻ്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വല്ലാതെ വമിക്കുന്നുണ്ടോ എന്ന്. അതറിയാനായി സിംഹരാജാവ് പുറത്തേക്ക് ഇറങ്ങി. പോകുന്ന വഴിയിൽ 3 പേരെ കണ്ടു. ഒരു മാൻ, ഒരു മുയൽ, ഒരു കുറുക്കൻ. 3 പേരുടെ അടുക്കിലേക്ക് കടന്നു ചെന്നിട്ട് സിംഹരാജാവ് മുയലിനോട് ചോദിച്ചു, മുയലെ, എൻ്റെ ശരീരത്തിൽ നിന്ന് വല്ലാതെ ദുർഗന്ധം വമിക്കുന്നുണ്ടോ? നീ അഭിപ്രായം പറയണം. മുയൽ പറഞ്ഞു, സിംഹരാജാവേ, ശരിയാണ്, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് വല്ലാതെ ദുർഗന്ധം വമിക്കുന്നുണ്ട്. അങ്ങയുടെ അടുക്കൽ നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. പോയി അടിച്ചു നനച്ച് കുളിക്കുന്നതാണ് നല്ലത്. തന്നെ കളിയാക്കുന്നതായി സിംഹരാജാവിന് തോന്നി. മുയലിനെ അപ്പോഴേ കൊന്നു തിന്നു. അടുത്ത ചോദ്യം മാനിനോടാണ്. മാനെ, നീ അഭിപ്രായം പറയൂ, എൻ്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടോ? മാൻ പറഞ്ഞു, ഇല്ല രാജാവേ, മുയൽ പറഞ്ഞത് നുണയാണ്. അങ്ങയുടെ ശരീരത്തിൽ നിന്ന് നല്ല വാസന പുറപ്പെടുന്നുണ്ട്. അടുത്ത് നിൽക്കുവാൻ ഞാൻ കൊതിക്കുകയാണ്. അതും സിംഹത്തിനൊരു കളിയാക്കലായി തോന്നി. മാനിനെ അപ്പോഴേ കൊന്നു തിന്നു. അടുത്ത ഊഴം കുറുക്കൻ്റെതാണ്. കുറുക്കനോട് ചോദിച്ചു, എന്താണ് നിന്റെ അഭിപ്രായം? കുറുക്കൻ പറഞ്ഞു, രാജാവെ, സത്യം പറയണമെന്നുണ്ട്, പക്ഷേ ഒരാഴ്ചയായി ജലദോഷമാണ്. മൂക്ക് വല്ലാതെ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് വാസന ഏത്, ദുർഗന്ധമേതെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെ കുറുക്കൻ രക്ഷപ്പെട്ടു. ജീവിതത്തിലും ഇതുപോലെയാണ്, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ. ചിലതൊക്കെ കണ്ടില്ലെന്നും ചിലതൊക്കെ കേട്ടില്ലെന്നും നടിച്ച് കുറുക്കൻ്റെ ബുദ്ധി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാം. ശരിയല്ലേ? എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.